الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة فكل ضلالة في النار أيها الناس اتقوا الله عباد الله أوصيكم وإياي أولا بتقوى الله بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما شهر رمضان الذي أنزل فيه القرآن هدى للناس وبينات من الهدى والفرقان فمن شهد منكم الشهر فليصم ومن كان مريضا أو على سفر فعدة من أيام أخر يريد الله بكم اليسر ولا يريد بكم العسر ولتكملوا العدة ولتكبروا الله على ما هداكم ولعلكم تشكرون ആദരണീയരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, പ്രപഞ്ചനാഥനായ പടച്ച തമ്പുരാന്റെ വിധിവിലക്കുകൾ, അവന്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യകൾ ജീവിതത്തിൽ അനുദിനം പകർത്തിയും പാലിച്ചും അള്ളാഹു ഇഷ്ടപ്പെടുന്ന അടിമകളിൽ പെടുവാൻ ജാഗ്രതയോടെ ശ്രദ്ധിക്കണമേ എന്ന് എന്നോടും നിങ്ങളോടും വളരെ ആത്മാർത്ഥമായി ഉണർത്തുകയാണ്, വസിയത്ത് നൽകുകയാണ്. അത്തരുണത്തിൽ ജീവിതം മുന്നോട്ട് നയിക്കുവാനും അവസാനം സന്തോഷപൂർവ്വം റബ്ബിനെ കണ്ടുമുട്ടാനുമുള്ള തൗഫീഖ് നൽകി അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, നോമ്പിന്റെ ശ്രേഷ്ഠതകളും അതിനെ പരിഗണിച്ചാലുള്ള ഗുണങ്ങളുമെല്ലാം കഴിഞ്ഞ ഖുതുബയിൽ അല്പം നമ്മൾ ശ്രവിച്ചിട്ടുണ്ട്. എന്നാൽ നോമ്പിന്റെ ഹുക്കുമുകൾ നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. എങ്കിലും ആ കാര്യങ്ങളും കൂടി നമ്മളെല്ലാവരും നമ്മുടെ ശ്രദ്ധയിലേക്ക് ഒന്നുകൂടെ കൊണ്ടുവരേണ്ടതായ സമയത്താണ് നമ്മളെല്ലാവരും ഉള്ളത്. ഇൻഷാ അല്ലാഹു തൗഫീഖ് ചെയ്താൽ അടുത്ത ജുമാ ദിവസം നമ്മളെല്ലാവരും നോമ്പുകാരായിരിക്കും. അള്ളാഹു അതിനുള്ള ആഫിയത്ത് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രിയപ്പെട്ടവരെ, ഇസ്ലാമിൽ ആദ്യം നിർബന്ധമാക്കിയ നോമ്പ് എന്നത് റമദാനിലെ നോമ്പായിരുന്നില്ല, ആശൂറ നോമ്പായിരുന്നു ആദ്യമായിട്ട് ഇസ്ലാമിൽ നിർബന്ധമാക്കിയ നോമ്പ്. പിന്നീട് നിർബന്ധം എന്ന വിധി ദുർബലമാക്കിക്കൊണ്ട് റമദാനിലെ നോമ്പിനെ നിർബന്ധമാക്കുകയാണ് പടച്ച തമ്പുരാൻ ചെയ്തിരുന്നത്. അത് തന്നെ എല്ലാവർക്കും നിർബന്ധമായിരുന്നു. അതിനും ചോയ്സ് ഉണ്ടായിരുന്നു. ഇഷ്ടമുള്ള ആളുകൾക്ക് നോമ്പ് നോൽക്കാം, അല്ലെങ്കിൽ അന്നം കൊടുത്ത് അതിന്റെ പകരം അതിനെ ഒഴിവാക്കാം, അങ്ങനെയൊക്കെയായിരുന്നു. എന്നാൽ നോമ്പെടുക്കലാണ് ഉത്തമം എന്നുള്ള നിർദ്ദേശമുണ്ടായിരുന്നു. എന്നാൽ സൂറത്തുൽ ബഖറയിലെ ഞാൻ ഓതിവെച്ച ശഹ്റു റമളാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആനു ഹുദൽ ലിന്നാസ് എന്ന ആയത്ത് ആ ഇറങ്ങിയപ്പോൾ ഈ വേണമെങ്കിൽ ചെയ്താൽ മതി എന്ന വിധി ഉയർത്തപ്പെടുകയും നോമ്പ് പ്രിയപ്പെട്ടവരെ സത്യവിശ്വാസികൾക്ക് നിർബന്ധമാക്കുകയും ചെയ്തു. അങ്ങനെയാണ് നമ്മളൊക്കെ റമളാൻ മാസമായി കഴിഞ്ഞാൽ പരിശുദ്ധ റമളാനിലെ നോമ്പുകൾ നോൽക്കാൻ നിർബന്ധിതരായി മാറിയത്. അങ്ങനെയാണ്
അള്ളാഹു തൗഫീഖ് നൽകട്ടെ. നോമ്പ് എന്ന അർത്ഥം, ആ സൗം എന്ന പദത്തിന്റെ അർത്ഥം പിടിച്ചു നിർത്തുക, തടഞ്ഞു നിർത്തുക എന്നൊക്കെയാണ്. പരിശുദ്ധ ഖുർആനിൽ സൗം എന്ന പദം മറ്റു തലത്തിലെല്ലാം ഉപയോഗപ്പെടുത്തിയതൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. ഇന്നി നദർതു ലിർറഹ്മാനി സൗമ. അവിടെ നോമ്പിനെ പറ്റിയിട്ടല്ല പറയുന്നത്, മറിയം ബീവി പറഞ്ഞതാണ്. അവിടെ സംസാരം പിടിച്ചു വെക്കുക എന്ന അർത്ഥത്തിലാണ് സൗമ എന്ന് ഉപയോഗപ്പെടുത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മളെല്ലാവരും ശ്രദ്ധിക്കേണ്ടത്, രണ്ട് കാര്യങ്ങളിൽ നമുക്കെല്ലാവർക്കും നോമ്പ് ഉറപ്പിക്കാൻ സാധിക്കേണ്ടതുണ്ട്. രണ്ട് നിലക്കാണ് ഒരു മനുഷ്യൻ നോമ്പ് ഉറപ്പിക്കുക. ഒന്ന്, റമളാനിലെ മാസപ്പിറവി കണ്ടാൽ, റമളാൻ എന്ന മാസത്തിലെ മാസം അതിൽ പിറവിയെടുത്തത് കണ്ടാൽ നമുക്ക് നോമ്പ് തുടങ്ങാവുന്നതാണ്. രണ്ടാമത്തത്, ഇനി കാണാത്തൊരു സന്ദർഭത്തിൽ ശഅബാനിലെ ദിവസങ്ങൾ അത് 30 പൂർത്തീകരിച്ചുകൊണ്ട് തൊട്ടടുത്ത ദിവസം നമ്മൾ നോമ്പുകാരാകുന്ന നിലക്ക് നോമ്പ് രാത്രി മുതൽ, അത്താഴം മുതൽ, തറാവീഹ് മുതൽ സ്റ്റാർട്ട് ചെയ്യുക എന്നതാണ് രണ്ടാമത്തത്. മാസപ്പിറവി കാണുന്നത് വരെ നിങ്ങൾ നോമ്പെടുക്കരുത്. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി അബീ ഹുറൈറ ഉദ്ധരിക്കുന്ന ഹദീസിൽ പറയുകയാണ്, ലാ തസൂമു ഹത്താ തറഉൽ ഹിലാൽ. മാസപ്പിറവി കാണുന്നത് വരെ നിങ്ങൾ നോമ്പ് തുടങ്ങരുത്. മാസപ്പിറവി കാണണം, അല്ലാതെ നിങ്ങൾ ഒരുങ്ങരുത്. ഇനിയോ വലാ തുഫ്തിറു ഹത്താ തറഉൽ ഹിലാൽ. ചന്ദ്രപ്പിറവി കാണുന്നത് വരെ നിങ്ങൾ നോമ്പ് മുറിക്കുകയും ചെയ്യരുത്. നോമ്പ് തുടർന്നുകൊണ്ടിരിക്കണം. ഇനിയോ ഫൈൻ ഉബയ അലൈക്കും ഫഅദ്ദു 30. ചക്രവാളം തെളിയാത്തത് കാരണം ചന്ദ്രനെ കാണാൻ പറ്റാത്ത സാഹചര്യം വന്നാൽ നിങ്ങൾ നിങ്ങളുടെ കണക്കുകൾ നോക്കണം. അതായത് ഞാൻ നേരത്തെ പറഞ്ഞ ശഅബാൻ 30 ആയിട്ടുണ്ടോ എന്ന് പരിശോധിക്കണം. ഇങ്ങനെയാണ് നമ്മളെല്ലാവരും നോമ്പിനെ സ്വീകരിക്കേണ്ടത്. ഇനിയോ മാസം കണ്ടാൽ നിങ്ങൾ നോമ്പ് നോൽക്കുക, മാസം കണ്ടാൽ നിങ്ങൾ നോമ്പ് മുറിക്കുക. മേഘം കാരണം മറക്കപ്പെട്ടാൽ നിങ്ങൾ 30 ദിവസം പൂർത്തിയാക്കുക എന്ന ഹദീസും വളരെ പ്രസിദ്ധമായി കൊണ്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇനിയോ പ്രിയപ്പെട്ടവരെ, അബൂ ഹുറൈറ തന്നെ ഉദ്ധരിക്കുന്ന ഹദീസിൽ പറയുന്നുണ്ട്, ലാ തഖദ്ദമന്ന അഹദുക്കും റമളാന ബിസൗമി യൗമിൻ ഔ യൗമൈൻ ഇല്ലാ അൻ യകൂന റജുലൻ കാന യസൂമു സൗമഹു ഫൽയസും ദാലിക്കൽ യൗം. അതായത് സംശയ ദിവസത്തെ നോമ്പ് എന്താണ് ചെയ്യേണ്ടത് എന്നാണ് റസൂൽ പഠിപ്പിക്കുന്നത്. അദ്ദേഹം പറയുകയാണ്, നിങ്ങൾ റമദാനിന്റെ 1-2 ദിവസം മുമ്പ് നോമ്പ് അനുഷ്ഠിക്കരുത്. അതായത് സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് ഇപ്പോഴേ അങ്ങ് തുടങ്ങാം. ചിലപ്പോൾ ഇന്നായിരിക്കും, ചിലപ്പോൾ നാളെ ആയിരിക്കും, രണ്ടാണെങ്കിലും നമ്മൾ അതിൽ പെടുമല്ലോ. അങ്ങനെയൊക്കെ ആളുകൾ ചില ദുർബല സന്ദർഭത്തിൽ തീരുമാനിക്കേണ്ടത്, എന്തായാലും എടുത്തിട്ടേക്കാം. അങ്ങനെ പറ്റൂല. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിക്കുന്നതായിട്ട് അദ്ദേഹം പറയുകയാണ്, ആ ദിവസങ്ങളിൽ പതിവാക്കിയവനല്ലാതെ, അതായത് തുടർച്ചയായി നോമ്പ് നോറ്റ് ഇരിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾ നോമ്പ് നോക്കൊണ്ട് പ്രശ്നമില്ല. എന്നാൽ ആ ദിവസങ്ങളിൽ നോമ്പ് അനുഷ്ഠിക്കാവുന്നതാണ്. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ പറയാണ്, മറ്റൊരു ഹദീസിൽ പ്രവാചകൻ പറഞ്ഞു, മൻ സ്വാമൽ യൗമല്ലദീ യശുഖു ഫീഹി അന്നാസ് ഫഖദ് ആസ അബുൽ ഖാസിം. സംശയ ദിവസം നോമ്പ് നോറ്റവൻ അബുൽ ഖാസിമിനെതിരെ പ്രവർത്തിച്ചു. അബുൽ ഖാസിം എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഖാസിം എന്ന പുത്രന്റെ പിതാവ്. അദ്ദേഹത്തിനെതിരെ പ്രവർത്തിച്ചു. ആരെങ്കിലും ഈ പറഞ്ഞ പോലെ സംശയ ദിവസം നോമ്പ് നോറ്റാൽ ഒരു സേഫ്റ്റിക്ക് അങ്ങനെ പറ്റൂല. ഇത് നമ്മൾ എന്ത് ചെയ്യണം? കണക്കുകൊണ്ടോ അല്ലെങ്കിൽ പിറവികൾ നോക്കിയിട്ടോ നമ്മൾ തിട്ടപ്പെടുത്തേണ്ടതുണ്ട്. പ്രിയപ്പെട്ടവരെ, വിശുദ്ധ റമളാനിൽ ഒരുപാട് നോമ്പുകൾ, ഈ വിശുദ്ധ റമളാനിലെ നോമ്പടക്കം ഒരുപാട് നോമ്പുകൾ കേട്ടവരും നോക്കുന്നവരും ഒക്കെയാണ് നമ്മളെല്ലാവരും. അതൊക്കെയും നമ്മളെല്ലാവരും നമ്മുടെ മനസ്സിൽ നിന്നൊന്ന് ചികഞ്ഞ് ഒന്ന് ഓർമ്മയിലേക്ക് കൊണ്ടുവരേണ്ടത് നല്ലത് തന്നെയാണ്. നിർബന്ധമായ നോമ്പുകൾ അത് 2 തരത്തിലാണ്. ഓരോ വിശ്വാസിക്കും ശറയിൽ അല്ലാഹു നിർബന്ധമാക്കിയ നോമ്പ് അതിൽപ്പെട്ടതാണ് പ്രിയപ്പെട്ടവരെ ഒന്നാമത്തത് റമളാനിലെ നോമ്പാണ്. ഏതെങ്കിലും ഒരു കാരണവുമായി ബന്ധപ്പെട്ട് നിർബന്ധമാകുന്ന നോമ്പാണ് പിന്നത്തെ നോമ്പ്. ചില നോമ്പുകൾ മറ്റു ചില കാരണങ്ങളാൽ, റമളാൻ വന്നു എന്ന കാരണത്താൽ അല്ലാതെ മറ്റു ചില കാരണങ്ങളാൽ സത്യവിശ്വാസികൾക്ക് നിർബന്ധമാകാറുണ്ട്. അത് ഏതൊക്കെയാണെന്ന് വെച്ചാൽ കഫാറത്തിന്റെ നോമ്പും നേർച്ചയാക്കുന്ന നോമ്പുകളും. അതിൽ കഫാറത്തായ നോമ്പുകളാണ് ഒന്ന് ലിഹാറിന് പകരമുള്ള നോമ്പ്. സൂറത്ത് മുജാദയിലെ 4-ാമത്തെയും അതേപോലെ 4 മുതലുള്ള ആയത്തുകൾ, 3-4 ആയത്തുകൾ പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും. അതിലൊന്നാണ് അബദ്ധവശാൽ സംഭവിക്കുന്ന കൊലപാതകം. ഒരു സത്യവിശ്വാസി മറ്റൊരു സത്യവിശ്വാസിയെ അബദ്ധത്തിൽ കൊന്നാൽ, ഈ അടുത്ത് നമ്മൾ സൗദിയിൽ ഒരു കേസ് നമ്മളൊക്കെ വായിച്ചിട്ടുണ്ടാകും. അബദ്ധവശാൽ ഒരു വിശ്വാസിയായ ഒരാൾ നമ്മുടെ കൈകൊണ്ട് മരണപ്പെട്ടാൽ അതിന് പ്രായശ്ചിത്തമായി നിശ്ചയിക്കുന്നത് പ്രിയപ്പെട്ടവരെ നോമ്പാണ്. അത് പരിശുദ്ധ ഖുർആനിൽ കാണാം. സൂറത്തു നിസായിൽ ഫമല്ലം യജിദ് ഫസിയാമു ശഹറൈനി മുതതാബിഐൻ തൗബതൻ മിനല്ലാഹ് എന്ന വകാനല്ലാഹു അലീമൻ ഹകീമ. അതായത് ഇനി വല്ലവർക്കും അവന് സാധിച്ചു കിട്ടിയിട്ടില്ലെങ്കിൽ 2 മാസത്തെ നോമ്പ്
നോക്കേണ്ടതുണ്ട്. അത് നിശ്ചയിക്കപ്പെട്ട അള്ളാഹുവിൽ നിന്ന് നിശ്ചയിക്കപ്പെട്ട പ്രായശ്ചിത്തമാണ് എന്നാണ് പരിശുദ്ധ ഖുർആൻ പറയുന്നത്. ഇനിയോ സത്യലംഘനം, ഒരാൾ സത്യം ചെയ്യുകയും പിന്നീട് അത് ലംഘിക്കുകയും ചെയ്താൽ 3 ദിവസം പ്രായശ്ചിത്തമായിട്ട് നോമ്പ് നോക്കണമെന്ന് സൂറത്ത് മാഇദയിലെ 89-ാമത്തെ വചനത്തിൽ അള്ളാഹു പഠിപ്പിക്കുന്നുണ്ട്. സത്യം ചെയ്തുകൊണ്ട് നമ്മൾ ഒരു കാര്യം ഏറ്റെടുത്തു, എന്തായാലും ചെയ്യും. നമ്മൾ സത്യം ചെയ്യപ്പോഴാണ് 100% ഞാനത് ചെയ്യുമെന്ന് നമുക്കും തോന്നും, നമ്മൾ ചെയ്യുമെന്ന് വിചാരിക്കും. നമ്മൾ സത്യം ചെയ്യുന്നതോടുകൂടി ഈ ഏൽപ്പിക്കുന്ന ആളും കേൾക്കുന്ന ആളും എന്ത് മനസ്സിലാക്കും? അയാൾ സത്യം ചെയ്തിട്ട് ഏറ്റെടുത്തതാണ്, അതുകൊണ്ട് അയാൾ എന്തായാലും നിർവഹിക്കുമെന്ന് അയാൾ വിശ്വസിക്കുകയും ചെയ്യും. അത് തെറ്റിച്ചാൽ 3 ദിവസത്തെ നോമ്പ് നോൽക്കണമെന്നാണ്. ഇനി അതുപോലെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്, ഹജ്ജും ഉംറയും നിർവഹിക്കുന്ന സമയത്ത് ഹജ്ജിന്റെയും ഉംറയുടെയും ഇടയിൽ സംഭവിക്കുന്ന വീഴ്ചകൾക്ക് പരിഹാരമായിട്ട് പ്രായശ്ചിത്ത നോമ്പുകൾ നിശ്ചയിച്ചിട്ടുണ്ട്. അത് എന്താണ്? നമുക്ക് നിർബന്ധമാണ്. കാരണം എന്താ? അത് നോറ്റാലേ ഹജ്ജിലും ഉംറയിലും സംഭവിച്ചിട്ടുള്ള വീഴ്ചകൾ അള്ളാഹു പുറത്തു തരികയുള്ളൂ. അത് പൊറുക്കപ്പെട്ടാലേ ഹജ്ജിന്റെയും ഉംറയുടെയും പ്രതിഫലം നമുക്ക് ലഭിക്കുകയുള്ളൂ. അതുകൊണ്ട് ആ നോമ്പും പ്രിയപ്പെട്ടവരെ നമുക്കെല്ലാവർക്കും നിർബന്ധമാണ്. ഇനി മറ്റൊന്ന്, റമദാനിൽ നമ്മുടെ ഭാര്യയുമായിട്ട് ലൈംഗികമായി ബന്ധപ്പെട്ടാൽ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് 2 മാസം 60 ദിവസം നോമ്പ് നോക്കണം. ഇത് ഭാര്യയുമായിട്ട് ബന്ധപ്പെട്ടാൽ. അപ്പൊ ബാക്കിയുള്ള കാര്യം നമ്മൾ ആലോചിച്ചാൽ മതി. ബാക്കിയുള്ള കാര്യത്തിൽ ഒരു കോംപ്രമൈസും ഇല്ല, കഠിനമായ ശിക്ഷയായിരിക്കും അള്ളാഹു നൽകുക. അള്ളാഹു നമ്മെ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ. മറ്റൊന്നാണ് നേർച്ചയിലെ നോമ്പ്. സുന്നത്തായ ഒരു നോമ്പ് നിർബന്ധമായും ഞാൻ നോൽക്കുമെന്ന് ഒരാൾ തീരുമാനിച്ചാൽ, ഒരു സുന്നത്ത് നോമ്പ് ഞാൻ നോക്കുമെന്ന് ഒരാൾ തീരുമാനിച്ചുറപ്പിച്ചാൽ അയാൾക്ക് ആ നോമ്പ് നോക്കൽ നിർബന്ധമായി. എന്നാൽ സുന്നത്ത് നോമ്പിന്റെ പ്രത്യേകത എന്താ? ഫർള് നോമ്പുകൾ നമ്മൾ സുബഹി ബാങ്കിന്റെ മുമ്പേ നിയ്യത്തോടുകൂടി ഒരുങ്ങി നിൽക്കണം. സുന്നത്ത് നോമ്പുകൾ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അല്ലാഹുവിന്റെ റസൂൽ അങ്ങനെ ചെയ്തിട്ടുണ്ട്. രാവിലത്തെ പ്രഭാത സമയത്ത് അവിടെ ഭക്ഷണം എന്താ പറയാ ആയി വരുമ്പോഴേക്ക് തന്നെ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു എനിക്കിന്ന് നോമ്പാണെന്ന് പറഞ്ഞു. നമ്മൾ ഹദീസിൽ വായിച്ചിട്ടുള്ളതാണ്. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം? ഇന്ന് ഞാൻ നോമ്പെടുക്കാം എന്ന് തീരുമാനിച്ചിട്ട്. എന്നാൽ എന്താണ്, ഒരു മനുഷ്യൻ എപ്പോഴും സുന്നത്തായ നോമ്പുകൾ ഇൻഷാ അല്ലാഹ് നിർവഹിക്കണം എന്നുള്ള നിയ്യത്തിലും അതിന്റെ ഒരുക്കത്തിലുമൊക്കെ ആയി നടന്നു കഴിഞ്ഞാൽ ഇതെല്ലാം പ്രിയപ്പെട്ടവരെ നമുക്ക് എളുപ്പവുമാണ്. അതിൽ തന്നെ ആ നോമ്പ് നോൽക്കാതെ ഈ സുന്നത്തായ നോമ്പ് നോൽക്കണമെന്ന് ഒരാൾ തീരുമാനിച്ചു, എന്നിട്ട് അയാൾ എന്ത് ചെയ്തു? ആ നോമ്പ് നോക്കൽ അയാൾക്ക് നിർബന്ധമായി. അതോടുകൂടി ആ നോമ്പ് നിർബന്ധമായി. ഇനി ആ നോമ്പ് നോൽക്കാതെ ആ വ്യക്തി മരണപ്പെട്ടാൽ ബന്ധുക്കളായ ആരെങ്കിലും ആ നോമ്പ് നോറ്റു വീട്ടണമെന്ന് വരെ പണ്ഡിതന്മാരുടെ കിതാബുകളിൽ നമ്മൾ കാണുന്നു. മനസ്സിലായി? അത്രയും എന്താണ്, അത് നോറ്റു വീട്ടൽ ഒരു ബാധ്യതയായിട്ട് അയാൾക്ക് കിടക്കുന്നതാണ്. ഇനി സുന്നത്തായ നോമ്പുകൾ നമ്മൾ ഒരുപാടെണ്ണം നോക്കിയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും, എന്റെ പ്രിയപ്പെട്ട യുവാക്കളടക്കമുള്ള ആളുകൾ ശ്രദ്ധിക്കണം. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഫർളായതും സുന്നത്തായതുമായ എല്ലാ നോമ്പുകളും കൃത്യമായി ഹദീസുകളിലൂടെ പഠിപ്പിച്ചിട്ടേ അള്ളാഹുവിന്റെ റസൂൽ മരിച്ചിട്ടുണ്ട്. പിന്നെ നല്ലതല്ലേ, നല്ല ദിവസമല്ലേ, നമുക്ക് നോറ്റൂടെ? പണ്ടുള്ള ആൾക്കാരൊക്കെ നോറ്റിട്ടില്ലേ? കുറെ പണ്ഡിതന്മാരത് എടുത്തിട്ടില്ലേ? ഇതൊന്നുമല്ല നമ്മുടെ കണക്കിൽ നോക്കേണ്ടത്. അതിൽ അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിച്ച നോമ്പുകളിൽപ്പെട്ട പ്രധാനമായ സുപ്രധാനമായ സുന്നത്ത് നോമ്പുകളാണ്. ഒന്ന്, തിങ്കളും വ്യാഴവും നോക്കുന്ന സുന്നത്ത് നോമ്പ്. പലപ്പോഴും മറ്റുള്ള പല നോമ്പുകൾ ഞാൻ അങ്ങോട്ട് വരുന്നുണ്ട്, ബറാത്ത് നോമ്പുകൾ, ഇങ്ങനെ കുറെ നോമ്പുകൾ ആളുകൾ കൊണ്ടുവന്ന പല നോമ്പുകളും എടുക്കുന്ന ആവേശമൊന്നും ഈ തിങ്കളും വ്യാഴവും നോമ്പ് നോൽക്കുന്ന കാര്യത്തിൽ അത്തരം ആളുകളും മഹല്ലുകളും ജനങ്ങളും പണ്ഡിതന്മാരും ഉസ്താദുമാരും ഒന്നും പഠിപ്പിക്കാറോ പറയാറോ ഇല്ല. മറ്റേത് പറയുന്ന അത്ര സ്ട്രോങ്ങിൽ പറയാറില്ല. അതാണ് വാസ്തവം. അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചു തിങ്കളും വ്യാഴവും നോമ്പ് നോക്കാൻ. പിന്നെ റസൂൽ പഠിപ്പിച്ചു മുഹറം 9ഉം 10ഉം നോമ്പ് നോക്കാൻ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അതിൽ ഒന്നായിരുന്നു നോറ്റിരുന്നത്. പ്രഖ്യാപിച്ചു, വഹി വന്നു, അടുത്ത വർഷം ഇൻഷാ അല്ലാഹ് ഞാൻ 2ഉം നോക്കും, 9ഉം 10ഉം ഞാൻ നോൽക്കുമെന്ന് റസൂൽ പറഞ്ഞു. പക്ഷെ അല്ലാഹുവിന്റെ റസൂൽ അതിന്റെ മുമ്പ് വിട പറഞ്ഞു. അപ്പോൾ ആ 9ഉം 10ഉം നോക്കുക എന്നതിന് പ്രബലമായ ഹദീസുകൾ നമുക്ക് കാണാൻ സാധിക്കും. മൂന്നാമത്തേതാണ് അറഫ നോമ്പ്. അറഫ നോമ്പ് എന്ന് പറഞ്ഞാൽ അറഫയിൽ ആളുകൾ കൂടുമ്പോഴുള്ള നോമ്പല്ല, മറിച്ച് നമ്മുടെ ഖുതുബയിൽ തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഒരുപാട് കിതാബുകളിൽ നമ്മൾ വായിച്ചിട്ടുള്ളതാണ്. ആ ദുൽഹജ്ജ് 9ാമത്തെ ദിവസം നമ്മൾ നോക്കുന്ന നോമ്പ്. ആ അറഫ നോമ്പും കൃത്യമായ രേഖകളും ഹദീസുകളും ഒക്കെ വന്നുകൊണ്ട് പ്രബലമായ സുന്നത്തായിക്കൊണ്ട് നമുക്ക് പഠിപ്പിച്ച നോമ്പാണ്. 4ാമത്തെ നോമ്പ് അയ്യാമുൽ ബീദ്. നമുക്കറിയാം 13, 14, 15. അതേപോലെ 6ാമത്തേതാണ് ശവ്വാലിലെ 6 നോമ്പ്. ബൈനോമ്പ് എന്നൊക്കെ നമ്മൾ പറയുന്ന ഈ പെരുന്നാൾ നമസ്കാരത്തിന് ശേഷം, ഈദുൽ ഫിത്തറിന് ശേഷമുള്ള ശവ്വാലിൽ പൂർത്തീകരിക്കേണ്ട, എന്നാൽ ശവ്വാലിന്റെ തുടക്കത്തിൽ തന്നെ അത് തീർക്കലാണ് നല്ലത് എന്നൊക്കെ പണ്ഡിതന്മാർ പറഞ്ഞ, എന്നാൽ അതിന് കഴിയാത്ത ആളുകൾ ശവ്വാൽ പൂർണ്ണമാകുമ്പോഴേക്കും ആ 6 നോമ്പുകൾ തുടർച്ചയായിട്ട് 6 നോമ്പുകൾ നോറ്റ് വീട്ടുക എന്ന നിലക്ക് പഠിപ്പിച്ച ഹദീസുകളിൽ വന്നിട്ടുള്ള ശവ്വാലിൽ 6 നോമ്പുകൾ.
ആറാമത്തത് ദാവൂദ് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ നോമ്പ്, മറ്റൊരു നോമ്പ്. പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞു വരുന്നത് ഈ എണ്ണിയതിലൊന്നും തന്നെ നമ്മൾ ഈ പറഞ്ഞ ബറാത്ത് നോമ്പുകൾ പോലുള്ള ചില നോമ്പുകൾക്ക് വല്ലാതെ പരസ്യം കൊടുത്ത് അത് ദീനിന്റെ ഒരു ഭാഗമാക്കി അന്നത്തെ ദിവസം വീട്ടിലും പള്ളിയിലുമൊക്കെ വലിയ പരിപാടികളൊക്കെ ആക്കി നോക്കുന്നത് പോലെ അങ്ങനെ ഒരു നോമ്പ് അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അദ്ദേഹത്തിന്റെ കൂടെ ജീവിച്ച ഭാര്യമാർ, അദ്ദേഹത്തിന്റെ സന്തത സഹചാരികളായ സഹാബാക്കൾ അവരൊന്നും എന്താ പറയാ പ്രഖ്യാപിച്ചതായിട്ടോ രേഖപ്പെടുത്തിയതായിട്ടോ നമ്മൾ കാണുന്നില്ല. അതുകൊണ്ടാണ് അത് നമ്മൾ നോക്കാത്തത്. എന്നാൽ ഈ എണ്ണിയിട്ടുള്ള നോമ്പുകളൊക്കെയും നോറ്റവരാണോ അത് നോക്കുന്നത് എന്ന് പോലും പരിശോധിക്കുമ്പോൾ പലപ്പോഴും അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ച നോമ്പ് പോലും അവർ നോക്കുന്നില്ല എന്നുള്ളത് നമുക്ക് കണ്ടെത്താൻ സാധിക്കും. നമ്മൾ തന്നെ ആലോചിക്കുക, നമ്മൾ ബറാത്ത് നോമ്പ് നോക്കുമ്പോൾ എടുക്കുന്ന ഒരു ആവേശം ഇത്തരം നോമ്പുകൾക്ക് നമ്മൾ കാണാം. നമ്മൾ കേട്ടിട്ട് പോലും ഉണ്ടാവില്ല ചില നോമ്പുകൾ. അള്ളാഹു നമുക്ക് എല്ലാവർക്കും പുറത്തു തരുമാറാവട്ടെ. തിരുത്തുവാനുള്ള അറിവും കഴിവും ഈമാനും അള്ളാഹു നമുക്ക് എല്ലാവർക്കും നൽകുമാറാവട്ടെ. ഇനി നോമ്പ് സ്വീകരിക്കപ്പെടണമെങ്കിലുള്ള ഷർത്തുകൾ, നോമ്പ് നിർബന്ധമാകണമെങ്കിലുള്ള ഷർത്തുകൾ, ഇതൊക്കെയും നമ്മൾ പഠിക്കേണ്ടതുണ്ട് പ്രിയപ്പെട്ടവരെ. നോമ്പ് സ്വീകരിക്കപ്പെടണമെങ്കിലുള്ള ഷർത്തുകൾ, അതിൽ അള്ളാഹുവിന്റെ റസൂൽ ഈ ഷർത്തുകൾ പൂർത്തീകരിക്കാത്തവർ നോമ്പെടുത്താലും അവരിൽ നിന്ന് അത് സ്വീകരിക്കപ്പെടുകയില്ല എന്നാണ്. അപ്പോ ആ ഷർത്തുകൾ നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടത്, ഒന്ന്, നോമ്പെടുക്കുന്ന ആൾ മുസ്ലിമായിരിക്കുക എന്നത്. നമ്മളൊക്കെ നമ്മുടെ എല്ലാം കൂടെ ചില ആളുകൾ ചങ്ങാതിമാരൊക്കെ ആയിട്ട് ജീവിക്കുന്ന ആളൊക്കെ നോമ്പെടുക്കുമ്പോൾ നമുക്കും ഭയങ്കര ആവേശമാണ്. അതൊരു ശീലം എന്ന നിലക്കും എന്നൊക്കെ ഉൾപ്പെടുത്താന്നല്ലാതെ നമ്മുടെ പ്രതിഫലം അവർക്ക് കിട്ടുമെന്ന് നമ്മൾ വിചാരിക്കരുത്. അതിന് മുസ്ലിമാകുക എന്ന ഷർത്ത് നിർബന്ധമാണ്. രണ്ടാമത്തത് ബുദ്ധി ഉണ്ടായിരിക്കുക എന്നുള്ളത്. അവബോധ മനസ്സ്, ബുദ്ധി, അതായത് ഒരു ബുദ്ധിക്രമം സംഭവിച്ച ഒരാൾ നോമ്പെടുക്കുന്നത് കൊണ്ട് അയാളെ നിർബന്ധിച്ച് നോമ്പെടുപ്പിക്കുന്നുണ്ട് ഒരു കാര്യമില്ല. അയാൾക്ക് നോമ്പ് എന്തില്ല, ആവശ്യവുമില്ല, വാജിബല്ല. ഇനിയോ ഈ ചില ആളുകൾ പ്രായാധിക്യം കാരണത്താൽ ബുദ്ധി എന്താകും, അയാളുടെ നിയന്ത്രണത്തിനല്ലാത്ത വിധം ബുദ്ധിയൊക്കെ അങ്ങോട്ട് ക്രമക്കേട് സംഭവിച്ച് അങ്ങനെയുള്ള ആളുകൾക്കും നോമ്പ് ആവശ്യമില്ല. മൂന്നാമത്തത് പ്രിയപ്പെട്ടവരെ, രാത്രി നിയ്യത്ത് വെച്ചിരിക്കുക എന്നുള്ളത്. സുബഹി ബാങ്കിന്റെ മുമ്പ് ഇൻഷാ അല്ലാഹ് അള്ളാഹുവിന് വേണ്ടിയിട്ട് ഞാൻ നാളെ നോമ്പ് നോക്കുമെന്നുള്ള ബോധം, അവബോധം, ഈ നിയ്യത്ത് നമ്മുടെ ഹൃദയം മനസ്സുമായി ബന്ധപ്പെട്ടതാണ്. നാവുമായിട്ട് അതിന് ഒരു ബന്ധവുമില്ല. മനസ്സിലായില്ലേ? നമ്മള് ഇന്ന് ഉച്ചക്ക് ഇൻഷാ അല്ലാഹ് ഹോട്ടലിൽ പോയിട്ട് ഒരു ബിരിയാണി കഴിക്കണം എന്ന് ആരും നാവുകൊണ്ട് ഇങ്ങനെ പറയാറില്ല. മനസ്സിൽ ചിലപ്പോൾ ചില ആൾക്കാർ തീരുമാനിക്കും ജുമാ കഴിഞ്ഞിട്ട് ഒരു ബിരിയാണി കഴിക്കണം. അതാണ് നിയ്യത്ത്, മനസ്സിൽ കരുതുക എന്നത്. ഇത് നിങ്ങൾ ബുദ്ധിപൂർവ്വം ആലോചിച്ച് നിങ്ങൾക്ക് മനസ്സിലാവും. മനസ്സിലുണ്ടാവുക എന്നുള്ളതാണ്. മറ്റേത് വിളിച്ചു പറയിപ്പിച്ചിട്ട് ഓന്റെ മനസ്സിൽ പോലും ഉണ്ടാവും, ഓൻ വിളിച്ചു പറഞ്ഞിട്ടുണ്ടാവും. അതുകൊണ്ട് കാര്യമില്ല പ്രിയപ്പെട്ടവരെ. നമസ്കരിക്കുമ്പോഴും അതേപോലെ നോമ്പ് നോക്കുമ്പോഴൊക്കെയുള്ള നിയ്യത്ത് എന്നത്, ഞാനിപ്പോ നിസ്കരിക്കുന്നത് ഏതാന്നുള്ള ബോധം ആ നിസ്കരിക്കുന്ന ആൾക്ക് ഉണ്ടാകുക എന്നുള്ളതാണ്. ഞാൻ നിസ്കരിക്കുന്നത് സുന്നത്താണ്, ഞാനിതാ മയ്യത്തസ്കാരാണ് നിസ്കരിക്കാൻ പോകുന്നത്, അല്ലാഹുവേ ഞാൻ എനിക്ക് വേണ്ടിയിട്ട് ഇശാ ജമാഅത്തിനാണ് ഞാൻ നിൽക്കുന്നത്, കൈവെട്ടാൻ പോകുന്നത്. ഇത് മനസ്സിൽ ബോധം ഉണ്ടാക്കുക എന്നുള്ളത്. അല്ലാതെ നിസ്കാരം കഴിഞ്ഞിട്ട് തൊട്ടടുത്ത ആളെ വിളിച്ചിട്ട് ഇപ്പൊ ഏതേലും നിസ്കരിച്ച് മഗ്രിബ് കഴിഞ്ഞു, അത് പറ്റൂല. നമുക്കെന്ത് വേണം? ബോധ്യം വേണം. അതിനാണ് നിയ്യത്ത് എന്ന് പറയുന്നത്. നമ്മളെല്ലാവരും ഇനി സൂക്ഷിക്കുക. അല്ലാഹു സഹായിക്കുമാറാവട്ടെ. നാലാമത്തേത്, സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഹൈദ്, നിഫാസ് എന്നിവയിൽ നിന്ന് ശുദ്ധിയാകുകയാണ്. ഈ 4 ഷർത്തുകൾ നമ്മൾ പൂർത്തിയാക്കിയാൽ, ശ്രദ്ധിച്ചാൽ, അങ്ങനെയാണ് നമ്മുടെ നോമ്പെടുക്കേണ്ടത് എങ്കിലാണ് അള്ളാഹു സ്വീകരിക്കുക. അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. രണ്ടാമത്തേത്, നോമ്പ് നിർബന്ധമാകണമെങ്കിലുള്ള ഷർത്തുകളിൽ അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് നോമ്പെടുക്കാനുള്ള ആരോഗ്യശേഷി ഉണ്ടാവുക. ആരോഗ്യശേഷി ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ ഓനിക്ക് വേഗം വിശക്കും, അത് രോഗമല്ല. ഓന് ക്ഷീണിക്കും, അത് രോഗമല്ല. മനസ്സിലായോ? എന്നാൽ ചില ആളുകൾക്ക് അവരുടെ ആരോഗ്യം തകർന്ന് നിശ്ചയമായ ചില സാധനങ്ങൾ അവരുടെ ശരീരത്തിൽ എത്തേണ്ടതുണ്ട്. അവർ നോമ്പ് നോറ്റാൽ അവർക്ക് വേറെ മറ്റു പ്രശ്നങ്ങൾ വരും, അവർ മരണപ്പെട്ടേക്കാം എന്ന തരത്തിലുള്ള അപകടങ്ങൾ ഉണ്ടെങ്കിലാണ്. അല്ലാണ്ട് ദാഹിക്കും അതുകൊണ്ട് നോമ്പ് നോക്കരുത്, അങ്ങനെയില്ല. അത് നമ്മൾ ശ്രദ്ധിക്കുക. ആരോഗ്യശേഷി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതാണ്. അതിലൊരു ത്യാഗമുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. ആറാമത്തെ, യാത്രക്കാരനല്ലാതാവുക. യാത്രക്കാരൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം യാത്ര അദാബാണ് എന്ന് വിചാരിച്ച് നമ്മുടെ നാട്ടിൽ ഒരു 10 കിലോമീറ്റർ പോകുമ്പോഴേക്കുള്ളതൊന്നും യാത്രയിലേക്ക് നമ്മൾ ഉൾപ്പെടുത്തരുത്. നമ്മുടെ അല്ലാഹു നമ്മുടെ കൽബിലേക്കാണ് നോക്കുക എന്ന കാര്യം മറക്കാതിരിക്കുക. ഏഴാമത്തേത്, പ്രായപൂർത്തിയാവുക എന്നതാണ്. നോമ്പ് നോക്കുന്ന ആൾക്ക് പ്രായപൂർത്തിയാകും. നമസ്കാരം നിർബന്ധമാകുന്നത് നമ്മൾ പറഞ്ഞിട്ടുണ്ട് 10 വയസ്സിൽ, അല്ലെ? നമസ്കാരം ശീലിപ്പിക്കേണ്ടത് ചെറുപ്പത്തിലേയാണ്. 10 വയസ്സ് മുതൽ മുതിർന്ന ആളുകൾക്ക് കിട്ടുന്ന അതേ പ്രതിഫലവും മുതിർന്ന ആളുകൾക്ക് അത് നിർവഹിച്ചിട്ടില്ലെങ്കിൽ കിട്ടുന്ന അതേ ശിക്ഷയുമാണ് നമ്മുടെ പ്രിയപ്പെട്ട പൊന്നോമന മക്കൾക്ക് ലഭിക്കുക. അതുകൊണ്ട് അത് നമ്മൾ പരിഗണിക്കണം. 10 വയസ്സ് കഴിഞ്ഞാൽ അവരെ ശിക്ഷിക്കണം എന്നാണ് പറഞ്ഞത്. ചെറിയ രൂപത്തിൽ അടിച്ച് അവരെ ഓർമ്മപ്പെടുത്തി അവരെ നിർബന്ധിപ്പിച്ച് അവരെ നമസ്കരിപ്പിക്കുക. അത് ചെയ്യാത്തവർക്ക് ശിക്ഷയുണ്ടെന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കിൽ നിന്നും പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. അപ്പോൾ പ്രായപൂർത്തിയാവുക എന്നത് അതിലെ ഒരു നിയമമാണ്.
പ്രിയപ്പെട്ടവരെ, ഏതൊരു ഇബാദത്തും, ഇതിലൊന്നാമത്തത് മുസ്ലിം ആകുക എന്നത്, ഏതൊരു ഇബാദത്തും സ്വീകരിക്കുക എന്നതിന് മുസ്ലിം ആകുക എന്ന നിർബന്ധമുണ്ട്. നമ്മൾ ആളുകളെ ചാരിറ്റി, മറ്റുള്ള പ്രവർത്തനങ്ങൾ, സഹായിക്കൽ, അതൊക്കെയും പൊതുനന്മയാണ്. അവർക്ക് എന്തുണ്ട്? പിന്നെ അജ്റ് കിട്ടും, കീർത്തി കിട്ടും. അവർക്ക് അവരെ നമ്മൾ ബഹുമാനിക്കണം, ആരായാലും ശരി. പക്ഷേ അജ്റും കബീർ എന്നല്ല പറഞ്ഞ അള്ളാഹുവിന്റെ അടുക്കൽ സ്വീകാര്യമായ അമലാകണമെങ്കിൽ അയാൾ മുസ്ലിം ആകുക എന്നൊരു നിബന്ധന അയാൾക്ക് നിർബന്ധമാണ്. മുസ്ലിം ആകുക, മനസ്സിലായില്ലേ? മുസ്ലിമും കാഫിറും തമ്മിലുള്ള വ്യത്യാസമാണ് നമസ്കാരം എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടില്ലേ? അപ്പോൾ ചില ആളുകൾ നിർബന്ധമുള്ള ഈ നമസ്കാരം നിർവഹിക്കാത്ത ആളുകളുണ്ട്. മുസ്ലിം ആകുക എന്നതിൽ നിർബന്ധമുള്ള ഒരു നിയമമാണ് അവന്റെ നാഥനെ മാത്രമേ അവൻ ആരാധിക്കാവൂ എന്നുള്ളത്. അതുപോലും ആളുകൾ തെറ്റിക്കാറുണ്ട്. അവിടെയൊക്കെയും നമ്മൾ ശ്രദ്ധിക്കണം. അതൊക്കെയും തെറ്റിച്ചിട്ട് അയാൾ നോമ്പെടുക്കുക എന്ന് പറഞ്ഞാൽ അത് പ്രതിഫലാർഹമാകാത്ത അവസ്ഥ വരും. ആ കാര്യങ്ങൾ നമ്മളെല്ലാവരും സൂക്ഷിക്കേണ്ടതുണ്ട്. ഇനി ബുദ്ധിയില്ലാത്ത ഭ്രാന്തന്മാരും പ്രായാധിക്യം കാരണം ബുദ്ധി മറഞ്ഞ ആളുകളും ഞാൻ ഒരു തവണ പറഞ്ഞതാണ്. മറ്റൊന്ന്, ചെറിയ കുട്ടികൾ പ്രായപൂർത്തിയാകുന്നതുവരെ നോമ്പ് നോക്കൽ അവർക്ക് നിർബന്ധമില്ല. എന്നാൽ അവർക്ക് പ്രയാസമാകാത്ത രൂപത്തിൽ നോമ്പെടുക്കാൻ ശീലിപ്പിക്കുക എന്നത് മാതാപിതാക്കൾക്ക് ബാധ്യതയാണ്. അതിന് പ്രോത്സാഹനം നൽകേണ്ടത്, അതിന് സമ്മാനങ്ങൾ നൽകുക, അതിനവനെ ബഹുമാനിക്കുക. അതെല്ലാം ആളുകളോട് പറയുമ്പോൾ അവനക്ക് കിട്ടുന്ന ഒരു ആത്മധൈര്യവും അവന് ഇനിയുള്ള താല്പര്യവും ഒക്കെ വർദ്ധിപ്പിക്കുന്ന തരത്തിലൊക്കെ നമുക്ക് ഇടപെടാവുന്നതാണ്. ഇനി എപ്പോഴാണ് നമ്മുടെ കുട്ടികൾക്ക് പ്രായപൂർത്തിയാവുക? ഇത് പല രക്ഷിതാക്കൾക്കും അറിയില്ല എന്നതാണ് വാസ്തവം. പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതായിട്ട് പണ്ഡിതന്മാർ പറയുന്നു, ഒന്നാമത്തെ നിയമം കുട്ടിക്ക് 15 വയസ്സാവുക എന്നത് ഒരടയാളം. രണ്ടാമത്തത് ഗുഹ്യഭാഗങ്ങളിൽ രോമം ഉണ്ടായി തുടങ്ങുക. മൂന്നാമത്തത് ഉറക്കത്തിലോ ഉണർച്ചയിലോ അവർക്ക് സ്ഖലനം സംഭവിക്കുക എന്നത്. ഈ മൂന്നല്ലാതെ സ്ത്രീകൾക്ക് മാത്രം പ്രത്യേകതയായിട്ട് നാലാമത്തെ അടയാളമുണ്ട്. അതായത് സ്ത്രീകൾക്ക് 4 ആണുങ്ങൾക്ക് 3 ആ നാലാമത്തെ അടയാളമാണ് അവർക്ക് ഹൈദ്, ആർത്തവം ആരംഭിക്കുക എന്ന്. ഇതിൽ 4ൽ ഏതൊന്ന് സംഭവിച്ചാൽ അയാൾ എന്തായി? 4ഉം സംഭവിക്കണ്ട. ഏതാണോ ആദ്യം സംഭവിക്കുക. ചിലപ്പോൾ 15 വയസ്സിന്റെ മുമ്പിൽ ഈ പറഞ്ഞ അടയാളങ്ങൾ വന്നാൽ, 10 വയസ്സിൽ ഒരു പെൺകുട്ടിക്ക് ആർത്തവം തുടങ്ങിയാൽ, അല്ലെങ്കിൽ 11 വയസ്സിൽ ഒരു ആൺകുട്ടിയുടെ ഈ പറഞ്ഞ രൂപത്തിൽ ഏതെങ്കിലും അടയാളം വന്നാൽ അയാൾ 15 വയസ്സ് വരെ കാത്തു നിൽക്കേണ്ടതില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ മുകളിൽ സൂചിപ്പിച്ച ആദ്യത്തെ 3ൽ ഒരു കാര്യം സംഭവിച്ചാൽ അവർക്ക് പ്രായപൂർത്തിയായി. ആണുങ്ങളത്. പെൺകുട്ടികൾ 4ൽ ഏതെങ്കിലും ഒന്ന് സംഭവിച്ചാൽ അവർക്ക് പ്രായപൂർത്തിയായി. ഇങ്ങനെയാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ കുട്ടികളുടെ ഇബാദാത്തുകൾക്ക്, പ്രത്യേകിച്ച് നോമ്പിന് നമ്മൾ അതിന് അടയാളം വെക്കേണ്ടത്. അങ്ങനെയാണ്. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇനി രാത്രി നിയ്യത്ത് വെച്ചിരിക്കുക എന്നത് ഒരു കാര്യം, അത് സമ്പൂർണമായി നിർവഹിക്കണമെന്നുള്ള തീരുമാനം, അതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല എനിക്ക് പ്രതിഫലം നൽകണമെന്നുള്ള ഉറച്ച വിശ്വാസം, അതടിസ്ഥാനത്തിൽ അയാൾ മനസ്സിൽ കരുതുന്നതിനാണ് നിയ്യത്ത് എന്ന് പറയുന്നത്. ഫർളായ നോമ്പിന്റെ നിയ്യത്ത് രാത്രിയിൽ തന്നെ, ഫജ്റിന്റെ മുമ്പ് തന്നെ പ്രിയപ്പെട്ടവരെ നിർവഹിക്കേണ്ടതുണ്ട്. ഹഫ്സ റളിയല്ലാഹു അൻഹ സൗജുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂലിന്റെ ഭാര്യ നമ്മുടെ ഉമ്മ ഹഫ്സ ബീവി റിപ്പോർട്ട് ചെയ്യാണ്. ഖാലത്ത് ലാ സിയാമ ലിമൻ ലം യജ്മഉ ഖബല അൽ ഫജ്ർ അൻ ഹഫ്സത ഉമ്മുൽ മുഅ്മിനീൻ മൻ ലം യുബയ്യിതി സിയാമ ഫലാ സിയാമ ലഹു. ഇമാം നബവി റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞത്, നിർബന്ധ നോമിന് ഫജ്റിന്റെ മുമ്പ് നിയ്യത്ത് വേണമെന്നാണ്. 5 സ്ത്രീകൾ ഹൈള്, നിഫാസ് എന്നിവയിൽ നിന്ന് ശുദ്ധിയാവുക എന്നത് ഇതിന്റെ നിയമമാണ്. അത് ഹൈള്, നിഫാസ് എന്നിവയിൽ ഏതെങ്കിലും ഒന്ന് ഉള്ള സ്ത്രീകൾ നോമ്പെടുക്കൽ നിർബന്ധമില്ല അല്ല, അവർ നോമ്പെടുക്കുന്നത് അനുവദനീയമേ അല്ല. അവർ നോമ്പെടുക്കരുത്. ഇനിയോ, എന്നാൽ മേൽപ്പറഞ്ഞവരിൽ വ്യത്യസ്തമായി അവർ നഷ്ടപ്പെട്ട നോമ്പുകളൊക്കെയും മറ്റു ദിവസങ്ങളിൽ എന്ത് ചെയ്യണം? അവർ നോറ്റ് വീട്ടുക തന്നെ വേണം. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം, പ്രിയപ്പെട്ട സഹോദരിമാര്, ഉമ്മമാര് ഒക്കെയും ശ്രദ്ധിക്കുക, നമ്മുടെ നോമ്പുകൾ കടങ്ങളായിട്ട് ഇങ്ങനെ കിടക്കുകയാണ്. എന്നിട്ട് നമ്മൾ വിചാരിക്കും അതിന് അരി കൊടുത്തിട്ടുണ്ടല്ലോ, അല്ലെ അരി കൊടുക്കാലോ. അരി കൊടുക്കുക, അതെങ്കിലും ഒരാൾക്ക് ഒരു നോമ്പിന് പകരം ഒരാളുടെ ഭക്ഷണം അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ പ്രായശ്ചിത്തമാണ്. എന്നാൽ നോമ്പിനെ സംബന്ധിച്ചിടത്തോളം അതോടുകൂടി അത് വീട്ടപ്പെടുന്നില്ല എന്നുള്ളതാണ്. ഒരാള് ഇൻഷാ അല്ലാഹ് എന്റെ രോഗം മാറിയിട്ട്, അല്ലെങ്കിൽ എന്റെ ഈ പ്രസവ സീസൺ കഴിഞ്ഞിട്ട് നോക്കണം എന്നൊക്കെ വിചാരിച്ചു വെച്ചിട്ട് അയാൾ മരണപ്പെട്ടു പോയാൽ അയാൾക്ക് നോമ്പ് ബാധ്യതയാകുന്നതിനുള്ള ഒരു ഫോർമുല, ഒരു പോംവഴിയാണെന്ത്? നോമ്പിന് പകരമായിട്ട് ഒരാൾക്ക്, ഇപ്പൊ ചില ആളുകൾ രോഗിയായ അയാൾക്ക് ഒരിക്കലും നോമ്പ് നോക്കാൻ പറ്റാത്ത വിധം അയാൾ രോഗിയായി തുടരുമെന്ന് നമുക്കൊക്കെ ബോധ്യപ്പെട്ടു. എന്ന അടിസ്ഥാനത്തിലൊക്കെ അവർക്ക് എന്ത് ചെയ്യാം? അവർ നോക്കാത്ത നോമ്പിന് ഒരു നോമ്പിന് ഒരാളുടെ ഭക്ഷണം എന്ന നിലക്ക് നമുക്ക് കൊടുക്കാം. ഭക്ഷണം തന്നെ കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. അതിന്റെ കൊടുക്കൽ വാങ്ങലിന്റെ സൗകര്യത്തിന് വേണ്ടിയിട്ട് നമുക്ക് പണത്തെയൊക്കെ ഉപയോഗപ്പെടുത്താം എന്നൊക്കെ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. വല്ലാഹു തആല ആലം. അത് നമ്മൾ ശ്രദ്ധിക്കുക. ഇനി ആരോഗ്യത്തിന്റെ കാര്യത്തിൽ മനുഷ്യന് സാധ്യമാകാത്ത ഒന്നും തന്നെ അള്ളാഹു നമുക്ക് നിർബന്ധമാക്കിയിട്ടില്ല. എന്തൊരു
റബ്ബാ പ്രിയപ്പെട്ടവരെ, നമ്മുടെ റബ്ബ് എത്ര കാരുണ്യവാനാണ് പ്രിയപ്പെട്ടവരെ. നമസ്കാരം മുസ്ലിങ്ങൾക്ക് നിർബന്ധമാക്കി. ആ ഇസ്ലാമിലേക്ക് പോയി കഴിഞ്ഞാൽ 5 നേരം ഇങ്ങനെ പള്ളിയിൽ പോകണം. അതിന് നിൽക്കണ്ട, ആരും ചിന്തിക്കണ്ട. ഇസ്ലാമിലേക്ക് ആരും വരണമെന്നൊരു നിർബന്ധവുമില്ല. ലാ ഇക്റാഹ ഫിദ്ദീൻ, മതത്തിൽ ഒരു ബലാത്കാരവും ഇല്ല. പക്ഷെ നമസ്കാരം നിർബന്ധമാണ്. അതുകൊണ്ട് അവനോട് പറഞ്ഞു, നിനക്ക് യാത്രാ തിരക്കിലാണോ, രണ്ടും കൂടി ഒന്നിച്ച് നിസ്കരിച്ചോളി. അതിന് സമയമില്ലാത്ത പ്രശ്നമുണ്ടോ, മടി വരുന്ന പ്രശ്നമുണ്ടോ, ഭാരം കൂടുന്നുള്ള പ്രശ്നമുണ്ടോ, 8 റക്അത്താവൂല എന്നുള്ള പ്രയാസമുണ്ടോ, പകുതി ആയിക്കോളി. എത്ര ഇളവുകളാണ് അതേപോലെ തന്നെ നോമ്പിനും നമുക്ക് തന്നു. യാത്രക്കാരനാണോ, വല്ലാതെ ബുദ്ധിമുട്ടി പ്രയാസപ്പെട്ട് യാത്രയിൽ ഭക്ഷണം കഴിക്കാതെ വിശന്ന് ഉറക്കം വന്ന് അപകടം പറ്റി മരണപ്പെട്ട് ആ കുടുംബത്തിന് നാഥനില്ലാത്തൊരവസ്ഥ നമ്മുടെ മതം ഉണ്ടാക്കിയിട്ടില്ല പ്രിയപ്പെട്ടവരെ. അത്തരം അവസ്ഥയിലാണ് നമ്മുടെ നോമ്പെന്ന് പറഞ്ഞത് യാത്രക്ക് ശേഷം. ഇനി നമ്മളെല്ലാവരും ശ്രദ്ധിക്കണം, അറിയോ, റമദാനിലൊക്കെ യാത്രകളൊക്കെ പരമാവധി ചുരുക്കിയിട്ട് അതിന്റെ അടിസ്ഥാനത്തിൽ ആ സമയത്ത് തന്നെ നിർവഹിക്കാനുള്ള പ്ലാനുകളൊക്കെ ചെയ്യാൻ പറ്റുന്ന യാത്രകൾ എന്ത് ചെയ്യുക, അങ്ങനെ ചെയ്ത് തീർക്കുക. മനസ്സിലായില്ലേ? ഇപ്പൊ പർച്ചേസ് ചെയ്യാനൊക്കെ പോകും, പെരുന്നാളിന് പർച്ചേസ് ചെയ്യാൻ പോകും, ക്ഷീണിച്ചിട്ട് നോമ്പ് മുറിക്കും. പർച്ചേസ് ചെയ്യാൻ പോയ വകയിൽ, അതായത് സുന്നത്തായ ഈദ് ആഘോഷിക്കാൻ വേണ്ടിയിട്ട് ഫർളായ നോമ്പ് എന്ത് ചെയ്യും, അറുത്തുകളയും. ശ്രദ്ധിക്കണം, സുന്നത്തായ പെരുന്നാൾ ആഘോഷിക്കാൻ ഫർളായ നോമ്പിനെ നമ്മൾ ബലി കൊടുക്കും. അങ്ങനെയുള്ള പണികളൊക്കെ എടുക്കാതിരിക്കുക. അതിന് നമ്മളെ യുക്തിയും ബുദ്ധിയും ധാരാളമാണ്. അങ്ങനെയുള്ള ക്ഷീണം വരുന്ന പരിപാടികൾക്കൊക്കെ നോമ്പ് ഉപേക്ഷിക്കപ്പെടുന്ന സാഹചര്യം ഒരുക്കുന്നതിനൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, പിന്നോട്ട് പോകുക. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. ഇനിയോ ഇങ്ങനെയുള്ള പല കാര്യത്തിലും അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്തിട്ടുണ്ട്, ഇളവുകൾ തന്നിട്ടുണ്ട്. ഫമൻ കാന മിൻകും മരീളൻ ഔ അലാ സഫരിൻ ഫഇദ്ദത്തുൻ മിൻ അയ്യാമിൻ ഉഖർ. എന്തൊരു മനോഹരമായ ആയത്താണ്. അതിൽ അല്ലാഹു പറയാണ്, രോഗമുള്ളവർക്കും യാത്രക്കാർക്കും നോമ്പിൽ ഇളവ് തന്നു. അവരൊഴികെ ബാക്കിയുള്ള ആളുകൾക്കാണ് എന്ത് ചെയ്തത്, നോമ്പ് നിർബന്ധമാക്കിയിട്ടുള്ളത്. അതുപോലെ നമ്മളെല്ലാവരും ശ്രദ്ധിക്കുക, നാട്ടിൽ ഉള്ളപ്പോൾ മാത്രമാണ് നോമ്പ് നിർബന്ധമാകുന്നത്. നാട്ടിൽ നിന്ന് പുറത്തുപോയ യാത്രക്കാരൻ എന്താണ്, അതായത് ബഹുദൂരം യാത്ര ചെയ്തു പോകുന്ന ഒരു യാത്രക്കാരനെ സംബന്ധിച്ചിടത്തോളം അവൻ എന്ന് പറഞ്ഞാൽ വാഹനത്തിൽ യാത്ര ചെയ്ത് ജോലി ചെയ്യുന്ന ആൾക്ക് ഈ റമദാനിൽ നോമ്പ് വേണ്ട എന്നല്ലട്ടോ. മനസ്സിലായില്ലേ? ഞാൻ സ്ഥിരം വണ്ടിയിലാണ്, ഞാൻ ഡെയിലി 150 കിലോമീറ്റർ ഓടുന്ന ആളാണ്, അപ്പൊ എനിക്ക് വേണ്ട എന്നാരും വെക്കരുത്. അവർക്കൊന്നും അല്ല ഇത്. യാത്ര അയാൾക്ക് ഏതെങ്കിലും ദുരിതം, അതായത് സ്ഥിരം ചെയ്യുന്ന ഒരാൾക്ക് അത് ദുരിതമല്ല. മനസ്സിലായില്ലേ? ബാക്കി ഹുക്കുമുകൾ പണ്ഡിതന്മാരാണ് പറയേണ്ടത്. അല്ലാഹു തആല ആലം. പറഞ്ഞു വരുന്നത്, ഉപാധികൾ നമ്മൾ പറയുമ്പോൾ, ഇസ്ലാമിൽ നിന്ന് പഠിച്ചെടുക്കുമ്പോൾ നമുക്കുള്ള എളുപ്പമായിട്ട് എന്ത് ചെയ്യരുത്, അത് ചെയ്യരുത്. ചില ആളുകൾ ജമ്മും കസറും ഒക്കെ ആക്കാൻ വേണ്ടിയിട്ട് 2 കിലോമീറ്റർ ദൂരത്തേക്ക് വെറുതെ വണ്ടി എടുത്തിട്ട് പോകും. ഗൾഫ് നാടുകളിലൊക്കെ, അറബ് ലോകത്തൊക്കെ നമ്മൾ കാണാറുണ്ട്. അങ്ങനെ ഒരു ഉപാധി സൃഷ്ടിച്ചിട്ട് ഇളവുകൾ വാങ്ങുന്ന ഒരു അവസ്ഥ ഉണ്ടാവരുത്. അത് നമ്മളുടെ മനസാക്ഷി അതിന് നമുക്കെതിരെ അള്ളാന്റെ മുമ്പിൽ വരും. മനസ്സിലായില്ലേ? മനസാക്ഷിക്ക് തന്നെ അറിയാം ഇത് തരികിടയാണെന്നുള്ളത്. അതുകൊണ്ട് അത്തരം ഇളവുകൾക്ക് നമ്മൾ നിൽക്കരുത്. ഈ വരുന്ന റമദാനിൽ ഒരുങ്ങേണ്ടതിന്റെ പ്രാധാന്യം നമ്മൾ കഴിഞ്ഞ ആഴ്ച കേട്ടു. റമദാനിൽ എത്തരുണത്തിൽ ഒരുങ്ങണമെന്നത് നമ്മൾ ഇന്ന് കേട്ടു. അത് നമ്മൾ ജീവിതത്തിൽ പുലർത്തിക്കൊണ്ടുവരണം. ഇന്നിവിടെ ഹാജറില്ലാത്ത ആളുകൾക്ക് ഈ ഖുതുബ നിങ്ങൾ എത്തിക്കണം. നിർബന്ധമായും ഈ നിയമങ്ങൾ നമ്മുടെ ഉമ്മയും നമ്മുടെ ഭാര്യയും നമ്മുടെ മകളും നമ്മുടെ പെങ്ങന്മാരും അറിയണം. അങ്ങനെ ഈ വരുന്ന റമദാനിൽ സമ്പൂർണമായ സന്തുഷ്ടമായ അല്ലാഹു സ്വീകരിക്കുന്ന കബൂൽ ചെയ്യുന്ന അമലായി നമ്മളുടെ നോമ്പ് മാറണം. അല്ലാഹു അതിന് നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. الحمدلله الذي علم بالقلم علم الإنسان ما لم يعلم أيها الناس اتقوا الله عباد الله أوصيكم وإياي ثانيا بتقوى الله. ഇന്നത്തെ ഖുതുബയിൽ നിർബന്ധമായി നമ്മൾ റമദാനിൽ ഒരുങ്ങുമ്പോൾ ഗൗരവമായ ഇതിന്റെ ഭാഗങ്ങൾ, അതിന്റെ നിയമങ്ങൾ, അതിന്റെ അഹ്കാമുകൾ അറിഞ്ഞിരിക്കുക എന്നത് നിർബന്ധമാണ്. നമുക്ക് ഈ കേട്ടതൊക്കെയും നമുക്ക് മുമ്പേ അറിയുന്ന കാര്യമായിട്ട് നമുക്ക് തോന്നാം. പക്ഷേ ഏതെങ്കിലും കുറച്ച് ആളുകൾക്ക് അങ്ങനെ ഉണ്ടല്ലേ എന്ന് തോന്നിയാൽ നമ്മുടെ ഖുതുബ കൊണ്ട് അവർക്ക് ഉപകാരപ്പെട്ടു. അവർക്ക് അറിയുന്ന ഭാഷയിൽ നമ്മളത് പറഞ്ഞു കൊടുത്തത് അവർക്ക് ഈ നിമിഷം മുതൽ അത് അമലാക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ്. അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. ഇനി നമ്മളോട് റമദാൻ ആവശ്യപ്പെടുന്ന ചില കാര്യങ്ങളുണ്ട്. ഓരോ റമദാനും ഒരു സത്യവിശ്വാസിയോട് ആവശ്യപ്പെടുന്ന ഒന്നാണ്. എന്താണ്? തഖ്വല്ലാഹു സിർറ വൽ അലാനിയ.
രഹസ്യമായും പരസ്യമായും അള്ളാനെ സൂക്ഷിക്കാന്നുള്ളത്. നിങ്ങൾക്കറിയോ, ഏതൊരു മനുഷ്യനൊക്കെ ചില ആളുകളെ കണ്ടാൽ നോമ്പ് നോറ്റിട്ടില്ല എന്ന് തോന്നും, അയാൾ നോറ്റിട്ടുണ്ടാവും. ചില ആളുകൾ നോമ്പ് നോറ്റിട്ടുണ്ടാകും എന്ന് നമുക്ക് തോന്നും, അയാൾ നോറ്റിട്ടുണ്ടാവില്ല. അതായത് നോമ്പ് എന്നത് അവനും അവന്റെ റബ്ബിനും മാത്രം അറിയുന്ന ഒരു അമല. നമസ്കാരം ഒറ്റവള നിസ്കരിച്ച എനിക്ക് പറയാൻ പറ്റും നിസ്കരിച്ചിട്ടുണ്ട് അല്ലേ. സക്കാത്ത് ഒരാൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ വാങ്ങിയാക്കെങ്കിലും മിനിമം പറയാൻ പറ്റും അയാൾ സക്കാത്ത് കൊടുക്കുന്ന ആളാണ്, എനിക്ക് തന്നിട്ടുണ്ട് അയാൾ അല്ലേ. നോമ്പോ വീട്ടിൽ നിന്ന് ഇങ്ങനെ ആവിയൊക്കെ ഇട്ടിട്ട് ഇങ്ങോട്ട് ഇറങ്ങി വന്നാൽ നമ്മൾ വിചാരിക്കും 30 ദിവസം കഷ്ടപ്പെട്ട് നല്ലോണം കഞ്ഞിയൊക്കെ കുടിച്ച് വന്നതായിരിക്കും. നോമ്പിന്റെ വിഷയത്തിൽ പ്രിയപ്പെട്ടവരെ, തഖവല്ലാഹു സിർറ വൽ അലാനിയ, രഹസ്യമായും പരസ്യമായും അള്ളാനെ സൂക്ഷിക്കുന്നവനെ നോമ്പുള്ളൂ. പള്ളിയിൽ വരുമ്പോഴേക്ക് ഭയങ്കര, പക്ഷെ അയാൾ ഭക്ഷണം കഴിച്ചിട്ടുണ്ടാവും, വീട്ടിൽ പോയിട്ട് സിനിമ കാണുന്നുണ്ടാവും, മ്യൂസിക് ഉണ്ടാവും, വീട്ടിന്റെ ഉമ്മർപ്പുറത്തോ മുകളിലോ പോയിട്ട് സിഗരറ്റ് വലിക്കുന്നുണ്ടാവും, എല്ലാ പരദൂഷവും ഉണ്ടാവും, കച്ചവടത്തിൽ കള്ളത്തരം പറയുന്നുണ്ടാവും. ഏതൊരു തിന്മ വന്നോ നോമ്പ് കട്ടായി പോകും. അനാവശ്യമായി നോക്കരുതെന്ന് പറഞ്ഞത് നോക്കിയാൽ, തിന്നരുതെന്ന് പറഞ്ഞത് തിന്നാൽ, കേൾക്കരുതെന്ന് പറഞ്ഞത് കേട്ടാൽ, തൊടരുതെന്ന് പറഞ്ഞത് തൊട്ടാൽ, പോകരുതെന്ന് പറഞ്ഞെടുത്തേക്ക് പോയാൽ ഒക്കെയും നോമ്പ് നിഷ്ഫലമാണ്. അതുകൊണ്ട് സൂക്ഷിക്കുക. അള്ളാഹു തൗഫീഖ് ചെയ്താൽ ഈ വരുന്ന റമദാനിലെ 30 ദിവസത്തെ നോമ്പ് സ്ഫുടം ചെയ്യപ്പെട്ട 30 നോമ്പുകളായിട്ട് നമ്മൾ നെഞ്ചേറ്റണം പ്രിയപ്പെട്ടവരെ. അതിന് ആത്മാർത്ഥമായിട്ട് തീരുമാനങ്ങൾ എടുക്കണം. രഹസ്യമായിട്ടും പരസ്യമായിട്ടും അള്ളാഹനെ സൂക്ഷിച്ചോളൂ. അവൻ തഖ്വയുള്ളവന്. അള്ളാഹുവിനെ ആരെങ്കിലും സൂക്ഷിച്ചാൽ അവനുള്ള പോംവഴി അവൻ ഉണ്ടാക്കിക്കൊണ്ട് തരും, പേടിക്കണ്ടാരും. അവൻ അള്ളാഹു റിസ്ക് നൽകും, അവൻ ഒട്ടും പ്രതീക്ഷിക്കാത്ത വിധം റിസ്ക് നൽകും. ഉപജീവനം ഒരിക്കലും വിചാരിക്കാത്ത വഴിക്ക് വരും. ഭക്ഷണം കിട്ടാത്തവൻ, മത്സ്യം കിട്ടാത്തവൻ വിചാരിക്കുന്ന സമയത്താണ് ഭക്ഷണം വരും. അള്ള എത്തിക്കും. അതിനൊരു വിഭാഗത്തെ അള്ള ഉണ്ടാക്കും, അതിനൊരു സംവിധാനം അള്ള ഉണ്ടാക്കും. അതുകൊണ്ട് തഖ്വയാണ് പ്രധാനം. ആളുകളെ മുന്നിൽ നമ്മളിങ്ങനെ സലാം ചൊല്ലി ഭയങ്കരമായി നമ്മൾ ഭയങ്കര തഖ്വയുള്ളവനാണ് ആളുകളെ ബോധ്യപ്പെടുത്താൻ നമുക്ക് എല്ലാവരും റെഡിയാണ്. പോരാ, ആളുകളുടെ മാർക്ക് നമുക്ക് ആവശ്യമില്ല. അള്ളാഹുവിന്റെ അടുക്കൽ മാർക്ക് വേണം. അതിനാത്മാർത്ഥമായ വീണ്ടും വിചാരവും സൂക്ഷ്മതയും നമുക്കുണ്ടാവണം. അതാണ് ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട വലിയൊരു പാഠം. രണ്ടാമത്തത്, ചെയ്യുന്ന കാര്യങ്ങൾ ഇഖ്ലാസോടെ ചെയ്യാൻ. പ്രതിഫലം അല്ലാഹ് തരണം. 1 രൂപ ഇൻഷാ അല്ലാഹ് റമദാനിൽ എല്ലാവരും ശ്രദ്ധിച്ചോളി. സദഖ നമ്മൾ കൊടുത്ത മാസങ്ങളിലെ ഏറ്റവും വലിയ മാസം റമദാനായിരിക്കും. തടിക്ക് തട്ടുന്ന രൂപത്തിൽ ഇൻഷാ അല്ലാഹ് ഞാൻ വരുന്നുണ്ട് ഖുതുബയുമായിട്ട്. തടിക്ക് തട്ടുന്ന രൂപത്തിൽ ഉദാരത നമ്മുടെ മനസ്സിലേക്ക് വരണം. വീട്ടിലേക്ക് എന്ത് ഭക്ഷണം കൊണ്ടുവന്നാലും 4 തരം ഫ്രൂട്ട്സ് കൊണ്ടുവരുന്നവൻ ഒരു ഫ്രൂട്ട്സ് ഇങ്ങനെ പിടിച്ചിട്ട് അപ്പുറത്തെ വീട്ടിൽ എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടാവോ, ഈ ഒരു കാര്യം ചെയ്യും, ഇതവിടെ കൊടുത്തേക്ക് എന്ന് പറഞ്ഞ് വീട്ടിന്റെ തിന്മേശയിൽ എത്തിയ സാധനം എടുത്തിട്ട് അപ്പുറം കൊടുക്കുന്ന, മനസ്സിലായില്ലേ? അത്തരുണത്തിലുള്ള ഉദാരത പ്രിയപ്പെട്ടവരെ നമുക്ക് വേണം. ഇന്നിന്റെ വീട്ടില് 2 തരം ഫുഡ് ഉണ്ടെങ്കിൽ, ചിക്കൻ പൊരിച്ചതും വരട്ടിയതുണ്ടെങ്കിൽ വരട്ടിയത് ഇന്ന് അവര് കഴിക്കട്ടെ എന്ന് തീരുമാനിക്കാൻ കഴിയണം. അങ്ങനെ സമ്പൂർണമായ ഉദാരത, അള്ളാന്റെ റസൂലിന്റെ സഹാബത്ത് ചെയ്ത ഉദാരത ഇൻഷാ അല്ലാഹ് നമുക്ക് ഖുതുബയിൽ കേൾക്കാനുണ്ട്. അതിന് നമ്മൾ തയ്യാറാവണം. അത് ഇഖ്ലാസോടെ ചെയ്യണം. 10 റുപ്യ കൊടുക്കുമ്പോ വാങ്ങാൻ വരുന്ന റെസീറ്റ് ചെയ്തുന്ന ആളുടെ സന്തോഷത്തിനാവരുത്, പ്രതിഫലം കിട്ടണം. 1 രൂപ പുറത്തു പോയിട്ടുണ്ടെങ്കിൽ അത് ലക്ഷക്കണക്കിന് രൂപയുടെ പ്രതിഫലമായിട്ട് എനിക്ക് കിട്ടണമെന്നുള്ള ഇഖ്ലാസ് നമുക്ക് വേണം. മറ്റൊന്ന് തുതഹിറുൽ ഖൽബാണ്, ഹൃദയത്തെ ശുദ്ധമാക്കുക. ഈ റമളാൻ കിട്ടിയിട്ടും പഴയ കോപവും വാശിയും ദേഷ്യവും പഴയ തോന്നിയാസവും ഇതൊക്കെ ആയിട്ടാണ് നമ്മളൊക്കെ ഇത്രയും കാലം വന്നിട്ടുള്ളത്. അത് ഉണ്ടാവരുത്, അതിന് ഉണ്ടാവരുത്. ഖൽബ് അങ്ങോട്ട് ശുദ്ധിയായി പോകണം. ഈ നോമ്പോട് കൂടിയിട്ട് ആരോടെങ്കിലും ദേഷ്യം ഉണ്ടോ അത് പോണം, ആരോടെങ്കിലും വീറുണ്ടോ അത് പോണം, ലേശം ഉള്ളിൽ ലേശം തരികളുടെ പരിപാടി ഉണ്ടോ, എന്തെങ്കിലും ചെയ്യുന്നവർക്കാൾ അറിയാം എന്താണുള്ളത്. അതിനുണ്ടാവരുത്. കച്ചവടത്തിൽ കാപട്യമുണ്ടാവരുത്, ബന്ധത്തിൽ കാപട്യമുണ്ടാവരുത്, സ്നേഹത്തിൽ കാപട്യമുണ്ടാവരുത്, ഇബാദത്തിൽ കാപട്യമുണ്ടാവരുത്. അങ്ങനെ സമ്പൂർണമായ ശുദ്ധീകരണം പ്രിയപ്പെട്ടവരെ നമ്മുടെ ഹൃദയങ്ങളിൽ നടക്കണം. റമളാൻ മാഷാ അല്ലാഹ്, കഴിഞ്ഞ റമളാനിൽ അങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ സാധിച്ചുകൊണ്ട് ഈ റമളാൻ എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഒരു 5-6 നോമ്പ് പോയിട്ട് പക്ഷേ 25 കിട്ടിയിട്ടുണ്ട്, പകുതി എന്തായാലും കിട്ടിയിട്ടുണ്ട്. അങ്ങനെ എണ്ണപ്പെട്ട നോമ്പുകൾ പ്രിയപ്പെട്ടവരെ നമ്മൾ നശിപ്പിക്കരുത്. അള്ളാഹനെ സാക്ഷി നിർത്തിയിട്ട് ഞാൻ ഈ മിമ്പർ എന്ന് പറയാണ്, ഈ ഖുതുബ കേട്ടിട്ടും ഏതെങ്കിലും നോമ്പ് നിഷ്ഫലമാക്കുന്നവന്,
ഏതെങ്കിലും നോമ്പ് ദുർബലമാക്കുന്നവനെ, ഏതെങ്കിലും നോമ്പ് നശിപ്പിക്കുന്നവനെ അള്ളാന്റെ മുന്നിൽ മറുപടി പറയാൻ കഴിയില്ല. അതിന്റെ അഹ്കാമുകൾ നമ്മൾ പഠിച്ചു, പരിഗണിച്ചാലുള്ള ഗുണം പഠിച്ചു, അവഗണിച്ചാലുള്ള ഗൗരവം പഠിച്ചു, ചെയ്യാനുള്ള ഫോർമുലകൾ നമ്മൾ പഠിച്ചു. അതുകൊണ്ട് നമ്മൾ സ്വീകരിക്കണം. പ്രിയപ്പെട്ട യുവാക്കളെ, സഹോദരിമാരെ, പാപ്പമാരെ, അള്ളാഹു നമുക്ക് അതിനെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇനി ക്ഷമ. കൂടുതൽ വിശദീകരിക്കും, നമ്മളെ സമയം പോകും. ക്ഷമ പഠിക്കുക എല്ലാ വിഷയത്തിലും. ദാഹിച്ചാലും ക്ഷീണിച്ചാലും എന്തെങ്കിലും കാണേണ്ടി വന്നാലും എവിടേക്കെങ്കിലും പോകേണ്ടി വന്നാലും അതിനെ ക്ഷമിച്ച് കടിച്ചു പിടിക്കുക. ഞാൻ നോമ്പുകാരനാണ്, ഞാനത് കേൾക്കരുത്. ഓലാടക്കുത്തിന്റെ പള്ളിന്റെ മൂലയിൽ ഇരുന്നിട്ടാണ് പറയുന്നെങ്കിലും പരദൂഷണമാണ്, അത് എനിക്ക് വേണ്ട, വിട്ടേക്കണം. നമുക്കും ഇന്ന് പറയാണ്ട് വലിയൊരു സംഭവം, പക്ഷെ അത് വേണ്ട, ഞാൻ നോമ്പുകാരനാ, അത് പറയണ്ട, അത് പറഞ്ഞിട്ട് നോമ്പ് പോകും എന്ന സബർ നമ്മളിലേക്ക് വരണം. ഇനി സമയത്തിന്റെ മൂല്യം മനസ്സിലാക്കി. 30 ദിവസം എന്ന് പറഞ്ഞത് 30 സെക്കൻഡ് പോലെ നമുക്ക് പോകും, സംശയവും വേണ്ടായിരിക്കും. 30 ദിവസം എന്നത് പഴയ പോലെ 24 മണിക്കൂർ തന്നെ ഉണ്ട്. നമ്മുടെ വീട്ടിലെ ക്ലോക്കുകൾ പഴയ സ്പീഡിലേ സഞ്ചരിക്കും, പക്ഷെ നമ്മൾ കാണില്ല എന്ന് മാത്രം. സമയം അങ്ങോട്ട് പോകും. അതുകൊണ്ട് സമയത്തെ മുറുകെ പിടിക്കുക. ഓരോ മണിക്കൂറും നോട്ടഡായിരിക്കണം, ഓരോ സെക്കൻഡുകളും നോട്ടഡായിരിക്കണം. ഓരോ മണിക്കൂർ കഴിയുമ്പോഴും എന്റെ നന്മയുടെ തുലാസിൽ ഞാൻ ഇന്നത് ചെയ്തവിടെ വെച്ചിട്ടുണ്ട് എന്ന് പറയാൻ പ്രിയപ്പെട്ടവരെ നമുക്ക് സാധിക്കണം. അത്തരുണത്തിൽ നോമ്പ് നമ്മളുടെ മുന്നോട്ട് നമ്മളിലൂടെ ആവശ്യപ്പെടുന്ന കാര്യങ്ങളും കൂടി നമ്മൾ ഏറ്റെടുത്തു കഴിഞ്ഞാൽ വരുന്ന റമളാനിൽ ഇൻഷാ അല്ലാഹ് സമ്പൂർണമായ സമ്പൽ സമൃദ്ധിയുടെ പ്രതിഫലത്തിന്റെ കുത്തൊഴുക്കൊഴുകുന്ന, നമ്മുടെ ജീവിതത്തിൽ ഇന്നുവരെ കിട്ടാത്ത പ്രതിഫലങ്ങളുടെ കുത്തൊഴുക്കുള്ള അമലുകളുടെയും ഇബാദത്തുകളുടെയും സമ്പൂർണമായ ശേഖരവുമായി റബ്ബിന്റെ മുന്നിൽ സന്തോഷത്തോടെ പോകാൻ നമുക്ക് കഴിയും. അള്ളാഹു നമുക്ക് അതിന്റെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആഫിയത്തില്ലാതെ പ്രയാസപ്പെടുന്ന ആളുകൾക്ക് അള്ളാഹു ആഫിയത്തും പ്രതിഫലവും പകരം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. എല്ലാ ആളുകൾക്കും ആരോഗ്യത്തോടു കൂടി വരുന്ന റമളാനിലെ സ്വീകരിക്കുവാൻ, ഇബാദത്തുകളിൽ ഒന്നുപോലും വിട്ടുപോകാതെ ഉൾപ്പെടാൻ അള്ളാഹു നമ്മെ എല്ലാവരെയും സഹായിക്കുമാറാവട്ടെ. അതിനുള്ള അറിവും കഴിവും ഒഴിവും സാഹചര്യവും ഒക്കെയും നൽകി അള്ളാഹു നമ്മെ എല്ലാവരെയും സഹായിക്കുമാറാവട്ടെ. പൈശാചികതയിൽ നിന്ന് അള്ളാഹു നമ്മെ എല്ലാവരെയും സംരക്ഷിക്കുമാറാവട്ടെ. നമുക്കും നമ്മുടെ പ്രിയപ്പെട്ട ഇണക്കും പ്രിയപ്പെട്ട മാതാപിതാക്കളും നമ്മളോടൊപ്പം ഒരുപക്ഷെ ചേരാൻ കഴിയാത്ത പല ആളുകളും ഈ കൂട്ടത്തിലുണ്ടാകും. അള്ളാഹുവേ, അവർക്ക് അവന്റെ ഉന്നതമായ സ്വർഗീയ ഗോപുരത്തിൽ ഉന്നത സ്ഥാനം നൽകി നമ്മുടെ ഉമ്മാക്കും നമ്മുടെ വാപ്പക്കും നമ്മുടെ ഭാര്യക്കും നമ്മുടെ ഭർത്താവിനും നമ്മുടെ മകനും നമ്മുടെ ജ്യേഷ്ഠ സഹോദരനും നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്തിനും നാഥാ, നീ ഉന്നതമായ പ്രതിഫലം നീ പകരം നൽകി അനുഗ്രഹിക്കണമേ. അള്ളാഹുവേ, ഈ വരുന്ന റമളാനിൽ മക്കളോടൊപ്പം ഒന്നിച്ചിരുന്ന്, ഭാര്യയോടൊപ്പം ഒന്നിച്ചിരുന്ന്, മാതാപിതാക്കളോടൊപ്പം സ്നേഹം പങ്കിട്ട് നല്ലൊരു പുരുഷനായി, നല്ലൊരു സ്ത്രീയായി, നല്ലൊരു ഉമ്മയായി, നല്ലൊരു മകനായി ഈ റമളാനിനെ സമ്പൂർണമായി ധന്യമാക്കാൻ പടച്ച തമ്പുരാനെ നീ എന്നെ സഹായിക്കണം. റബ്ബനാ തഖബ്ബൽ മിന്നാ ദുആഅനാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം വർഹംനാ അൻത അർഹമുർ റഹീമീൻ തവഫനാ മുസ്ലിമൻ വഅൽഹിഖ്നാ ബിസ്വാലിഹീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ വസല്ലല്ലാഹു വസല്ലം വബാറക അലാ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.